നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അനർഹമായി ഭൂമി കൈയേറിയവരെ ഒഴിപ്പിക്കാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കുടയത്തൂരിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്ന അദ്ദേഹം തൊടുപുഴ നഗരസഭ, ത്രിതല പഞ്ചായത്ത്, വിവിധ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസം ആചരിച്ചു. ബാഖോ, എക്സ്കവേറ്റർ, ക്രെയിൻ, ടിപ്പർ, ഹിറ്റാച്ചി വാഹനങ്ങളുടെ വാടക നിരക്കിൽ 10% മുതൽ 20% വരെ വർധനവ് വരുത്തുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ജനപ്രതിനിധികളായ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, AD തോമസ് MLA എന്നിവർക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. അനർഹമായി ഭൂമി കൈയേറിയവരെ ഒഴിപ്പിക്കാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. അക്കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കുടയത്തൂരിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോയി കെ പൗലോസ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അനർഹമായി ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അതേസമയം അർഹരായവർക്ക് പട്ടയം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊടയത്തൂരിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കും. പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന പരാതിക്കാർ, പരിഭവവും ആക്ഷേപവുമായി വരുന്നവരും മാന്യമായിട്ട് സമീപിക്കുവാനും അവർ പറയുന്നത് കേൾക്കുവാനും അവർക്ക് സമാശ്വാസം നൽകാൻ കഴിയുന്നത് എത്രയോ അത് ചെയ്യാനും കഴിയുക എന്നുള്ളത് തന്നെയാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റവന്യൂ വകുപ്പും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാ ജില്ലകളും ഇതുപോലെ ജില്ലാതല അവലോകന യോഗങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്ന് ഇടുക്കിയിലെത്തുമ്പോൾ 10ാമത് ജില്ലയാണ്. ഇനി 4 ജില്ല കൂടി, നാളെ കോട്ടയം, അത് കഴിഞ്ഞ 3 ജില്ല കൂടി, കഴിഞ്ഞാൽ 14 ജില്ലകളും ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആ ജില്ലയിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കേൾക്കുകയും അത് പരിഹരിക്കേണ്ടതായ മാർഗങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. മാത്രമല്ല 100 ദിന കർമ്മ പരിപാടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഇടുക്കി. ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാവരുതെന്നാണ് സർക്കാരിന്റെ സമീപനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റോയി കെ പൗലോസ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, റവന്യൂ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി K ജീവൻ ബാബു, ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ, കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ, അർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ്, ജില്ലാ പഞ്ചായത്ത് അംഗം സജി പി ജോസ്, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ ചന്ദ്രശേഖരൻ, കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം തസ്നി TK, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധിയിലായ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എറണാകുളം ജില്ലാതല പ്രതിഷേധ ധർണ സമരം നടത്തി. പ്രൈവറ്റ് ബസ് ഉടമ സംഘം ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സർവീസ് മൂലം പ്രതിസന്ധിയിലായ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എറണാകുളം ജില്ലാതല പ്രതിഷേധ ധർണാ സമരം നടത്തി. പ്രൈവറ്റ് ബസ് ഉടമ സംഘം ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ് ഉദ്ഘാടനം ചെയ്തു. അതിൽ 2000 ബസ്സുകൾ
ഏതാണ്ട് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നിർത്തേണ്ട ബസ്സുകളാണ്. ഈ സെപ്റ്റംബർ വരെ ആ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള എക്സ്റ്റൻഷൻ സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് കോടതിയിൽ ഒരു കേസ് വരുന്നുണ്ട്. ഇന്ന് കോടതിയിൽ ഏതോ ഒരു തൊഴിലാളി സംഘടന കൊടുത്ത കേസാണ്. ആ കേസിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയിൽ അഭിപ്രായം പറഞ്ഞു, ഒരു കാരണവശാലും 15 കൊല്ലം കഴിഞ്ഞ ഒരു ഗവൺമെന്റ് വാഹനങ്ങളും കേരളത്തിൽ ഓടാൻ പാടില്ല. ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള ഒരു വാഹനങ്ങളും ഓടാൻ പാടില്ല. കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ ജീപ്പുകൾ, റവന്യൂ വകുപ്പിന്റെ കാറുകൾ, ടൂറിസം വകുപ്പിന്റെ വാഹനങ്ങൾ, അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം വാഹനങ്ങൾ ഏതാണ്ട് ടെൻഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. KSRTC മാത്രമാണ് 2000-ഓളം ബസ്സുകൾ 15 കൊല്ലം കഴിഞ്ഞ വാഹനങ്ങൾ ഇന്ന് റോഡിൽ ഓടിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഇന്നലെ കുറ്റിപ്പുറത്തൊരു വാഹനാപകടം ഉണ്ടായി. ആ വാഹനത്തെ സംബന്ധിച്ച് 2 കൊല്ലം കൂടുമ്പോൾ ആ വാഹനം മാറിക്കൊടുക്കുന്ന ഉടമസ്ഥനായിരുന്നു. ഇപ്പൊ ഓടുന്ന വണ്ടി 8 കൊല്ലം 9 കൊല്ലം പഴക്കമുള്ള വാഹനം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് യാത്രക്കാരൻ ചിന്തിക്കണം. ഇവിടെ ഹൈറേഞ്ചിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ പുത്തൻ വണ്ടികൾ മാറിക്കൊടുക്കും. അത് പണത്തിന്റെ അതിപ്രസരം കൊണ്ടല്ല. യാത്രക്കാരുടെ സുരക്ഷിതത്വവും വണ്ടിയുടെ സുരക്ഷിതത്വവും അതിലെ ജീവനക്കാരുടെ സുരക്ഷിതത്വവും കണക്കിലെടുത്തുകൊണ്ടാണ് 3 കൊല്ലം 2 കൊല്ലം കൂടുമ്പോൾ വാഹനങ്ങൾ മാറിക്കൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെ വാഹനങ്ങൾ മാറിക്കൊടുക്കുന്നതിന് സ്വകാര്യ ബസ്സുകാർക്ക് സാഹചര്യമില്ല. പ്രിയദർശിനി സർവീസ് ആരംഭിച്ചത് മൂലം പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ്സുകളെ കണ്ടെത്തി ആ ബസ്സുകളെ സർക്കാർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കിലോമീറ്റർ വാടകയ്ക്ക് സംസ്ഥാന സർക്കാരിന് നൽകാൻ തയ്യാറാണെന്ന് ബസ് ഉടമകൾ ധർണാ സമരത്തിൽ അറിയിച്ചു. നാഷണലൈസ് റൂട്ടുകളിൽ നിന്ന് പോലും കഴിഞ്ഞ സർക്കാർ പിൻവലിച്ച് പ്രൈവറ്റ് ബസ്സുകളുമായി മത്സരം നടത്തുന്നതിനു വേണ്ടി സർവീസ് നടത്തുന്ന KSRTC സർവീസുകൾ പിൻവലിക്കണമെന്നും പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. പ്രിയദർശിനി മൂലം പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായ മേഖലയെയും ഇതിൽ പണിയെടുക്കുന്ന നിരവധി തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ പ്രത്യേക പാക്കേജ് നടപ്പാക്കണമെന്നും ധർണാ സമരം ആവശ്യപ്പെട്ടു. ധർണാ സമരത്തിൽ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി അഡാട്ട് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സിബി നവാസ് സ്വാഗതം പറഞ്ഞു. കേരള പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും ബസ് വ്യവസായി സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് ചെയർമാനുമായ മനോജ് ഗോപി, CITU പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൽദോ കെ തോമസ്, താലൂക്ക് പ്രസിഡന്റ് PP മൈൻഷാ, BMS യൂണിയൻ മേഖലാ സെക്രട്ടറി സജീവൻ അവോലിച്ചാൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി വർക്കിംഗ് പ്രസിഡന്റ് റെന്നി KP വർക്കി, സെക്രട്ടറി ഷമീർ മേള, വ്യാപാര സമിതിയെ പ്രതിനിധീകരിച്ച സെക്രട്ടറി സജി മാടവന, വ്യവസായ സമിതി പ്രസിഡന്റ് അബ്ദുൽ കരീം, ബസ് ഉടമ സംഘം ഭാരവാഹികളായ AJ പ്രിയദർശൻ, PH മുഹമ്മദ് ബഷീർ, പുലരി പ്രസാദ്, ഷിബു മാർക്കോസ്, രതീഷ് PP ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ നഗരസഭ, ത്രിതല പഞ്ചായത്ത്, വിവിധ സാംസ്കാരിക സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാർഗിൽ യുദ്ധത്തിലെ ധീര രക്തസാക്ഷി ലാൻസ് നായിക് PK സന്തോഷ് കുമാറിന്റെ ഭാര്യ പ്രിയ, മകൻ അർജുൻ, മറ്റു കുടുംബാംഗങ്ങൾ, വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാന് മേൽ നേടിയ വിജയത്തിൽ ആത്മാഭിമാനമുയർത്തി കാർഗിൽ വിജയ് ദിവസ് ജൂലൈ 26 തൊടുപുഴയിൽ ആചരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ജംഗ്ഷനിലുള്ള കാർഗിൽ ശിലയ്ക്ക് മുൻപിൽ വിജയദിന ആഘോഷവും വീരമൃത്യു വരിച്ച ജവാന്മാരുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. തൊടുപുഴ നഗരസഭ, ത്രിതല പഞ്ചായത്ത്, വിവിധ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളം ആ രീതിയിൽ പറഞ്ഞാൽ ഒരു അധികൃത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ഈ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന ജവാന്മാരും ആ പോരാടുന്ന ഏത് ഫോഴ്സാണ്, നമ്മുടെ എയർഫോഴ്സുണ്ട്, നമ്മുടെ ആർമിയുണ്ട്, നമ്മുടെ നേവിയുണ്ട്, നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി BSF ഉണ്ട്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലായി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന ആ ജവാന്മാരെയും കൂടി നമ്മൾ ഇന്ന് പ്രാർത്ഥനകളിൽ ഓർക്കുക. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമുക്കറിയാം, നമ്മളിവിടെ ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് കുടുംബത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇവർ 3, 4, 5 മാസം കൂടുമ്പോഴാണ് ലീവിന് നാട്ടിൽ വരുമ്പോഴാണ് ഇവർ കുടുംബങ്ങളുമായിട്ട് നമുക്ക് വേണ്ടി കുടുംബജീവിതം പോലും ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്നവരാണ്, പൊരുതുന്നവരാണ്, ജീവൻ പണയം വെച്ച് പൊരുതുന്നവരാണ് ഈ ജവാന്മാർ. അപ്പം അവർക്ക് വേണ്ടിയും ബഹുമാന പുരസ്സരം, ആദരവ് അർപ്പിച്ചുകൊണ്ട്
അന്ന് കാർഗിൽ യുദ്ധത്തിൽ ജീവൻ പൊളിഞ്ഞവരും അതിനുശേഷം അതിനു മുൻപുമൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ പൊളിഞ്ഞ വീര ജവാന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കാർഗിൽ സ്മാരകം മുനിസിപ്പൽ പാർക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ വൈസ് ചെയർമാൻ കെ ദീപക്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അർഷാദ്, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി, തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ്, പോലീസ് സ്റ്റേഷൻ PRO SI VA ബിജു, BSF റിട്ടയർഡ് ഇൻസ്പെക്ടർ വേണുഗോപാൽ, 18ാം കേരള ബറ്റാലിയൻ NCC ന്യൂമാൻ കോളേജ് ക്യാപ്റ്റൻ പ്രജീഷ് മാത്യു എന്നിവർ അനുസ്മരണ സന്ദേശങ്ങൾ നൽകി. ന്യൂമാൻ കോളേജ് NCC യൂണിറ്റിലെ 30ഓളം കേഡറ്റുകൾ പരേഡ് നടത്തി അഭിവാദ്യം അർപ്പിച്ചു. കാർഗിൽ യുദ്ധത്തിലെ ധീര രക്തസാക്ഷി ലാൻസ് നായിക് PK സന്തോഷ് കുമാറിന്റെ ഭാര്യ പ്രിയ, മകൻ അർജുൻ, മറ്റ് കുടുംബാംഗങ്ങൾ, വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്മാരകത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. സംഘാടക സമിതി കൺവീനർ തോമസ് കുഴിഞ്ഞാലിൽ സ്വാഗതവും സെക്രട്ടറി പ്രദീപ് പോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിമാലി മണ്ണിടിച്ചിൽ ദുരിതബാധിതർക്ക് ഓണത്തിന് മുൻപ് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന വീഴ്ചകൾ കൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ ഉണ്ടാകരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന റവന്യൂ വകുപ്പ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന വീഴ്ചകൾ കൊണ്ട് പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ ഉണ്ടാകരുതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന റവന്യൂ വകുപ്പ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമുക്ക് ഓണത്തിന് മുമ്പായിട്ട്, ഞാൻ ഒത്തിരി ദീർഘിച്ച് പറയാൻ അത്രയും വേണ്ടി വരില്ല, അതിനു മുമ്പ് തന്നെ അവർക്ക് നൽകാൻ നമ്മൾ നേരത്തെ അവർക്ക് കൊടുക്കാമെന്ന് ഏറ്റിരുന്ന സഹായം അവർക്ക് നൽകും. ഗവൺമെൻറ് നൽകും. തീരുമാനം ഉടനുണ്ടാവും. പറഞ്ഞതുണ്ടാവും. എത്രയാണോ പറഞ്ഞത് അത് കൊടുക്കും. അതിനകത്ത് ഇവിടുന്ന് വന്ന പ്രപ്പോസൽ അത് തന്നെ അവർ കൊടുക്കുക. ഇവിടെ അവരോട് സംസാരിച്ച് ധാരണയായിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു 6-4 അല്ലേ ഭൂമി 10. അപ്പോൾ 10 ലക്ഷം രൂപ. ഞാനത് അതിലൊന്നും കുറവ് വരില്ല. അതിനകത്ത് എന്താണോ ഗവൺമെൻറ്റിലേക്ക് പ്രപ്പോസൽ വന്നത് അത്തരം കാര്യങ്ങളിൽ അതേ തുക തന്നെ അവർക്ക് കൊടുക്കും. 9 കുടുംബങ്ങൾക്ക് നേരത്തെ കൊടുത്തു. 8 കുടുംബങ്ങളാണെന്ന് തോന്നുന്നു. 8 കുടുംബങ്ങൾക്ക് നേരത്തെ കൊടുത്തു. ബാക്കി അഡീഷണൽ ആയിട്ടാണ് 18 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫയൽ വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത്. അത് പ്രത്യേകിച്ച് നമ്മൾ ക്യാബിനറ്റിൽ പോയി ക്ലിയർ ചെയ്യേണ്ടത്, മന്ത്രിസഭയുടെ അംഗീകാരം വേണ്ടതാണ് ആ ഫയൽ. അതുകൊണ്ട് ഉടൻ തന്നെ മന്ത്രിസഭയിൽ വെച്ച് അംഗീകാരം വാങ്ങി അത് അവർക്ക് നൽകും. ഞാൻ അവരെന്നെ വന്ന് കണ്ടിരുന്നു. ഇന്ന് അടിമാലിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഇന്ന് രാവിലെ എന്നെ വന്ന് കണ്ടിരുന്നു. മാത്രമല്ല അവിടുത്തെ MLA വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞിരുന്നു. MP-യും എൻ്റെ അടുത്ത് ഈ കാര്യം തിരുവനന്തപുരത്ത് ഓഫീസിൽ വന്ന് സൂചിപ്പിച്ചിരുന്നു. കളക്ടർ സംസാരിക്കുമ്പോൾ അത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഉടൻ തന്നെ നടപടി ഉണ്ടാവും. അല്ല, അവിടെ നിന്നുള്ള ഏതാണ്ട് ഇവർ മാറുന്നതോടുകൂടി മുഴുവൻ കുടുംബങ്ങളും മാറും എന്നാണ് റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് മാറ്റി താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രോബ്ലം വരുന്നില്ലല്ലോ. ഏരിയയിൽ താമസക്കാരുണ്ടാകുമ്പോഴല്ലേ പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ 7+18 വരുമ്പോൾ 25 കുടുംബങ്ങൾ പൂർണ്ണമായിട്ട് മാറുമ്പോൾ നമുക്കതിനകത്ത് ആശങ്കയ്ക്ക് പിന്നെ അടിസ്ഥാനമില്ലല്ലോ. സർക്കാർ ഭൂമി കയ്യേറുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിൽ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. ജില്ലയിലെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അവതരിപ്പിച്ചു. റവന്യൂ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു, സർവേ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ ജയോ, ദേവികുളം സബ് കളക്ടർ VM ആര്യ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി K ജോൺ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നിർമ്മാണ മേഖലയിൽ ഇനി മുതൽ ചിലവേറും. ബാഹോ, എക്സ്കവേറ്റർ, ക്രെയിൻ, ടിപ്പർ, ഹിറ്റാച്ചി വാഹനങ്ങളുടെ വാടക നിരക്കിൽ 10% മുതൽ 20% വരെ വർധനവ് വരുത്തുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 1 മുതലാണ് വർധനവ് നിലവിൽ വരുന്നത്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാക്ക്ഹോ, എക്സ്കവേറ്റർ, ക്രെയിൻ, ടിപ്പർ, ഹിറ്റാച്ചി വാഹനങ്ങളുടെ വാടക നിരക്കിൽ 10 മുതൽ 20% വരെ വർധനവ് വരുത്തുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാഹനങ്ങളുടെയും മെഷീനറികളുടെയും വിലയും മറ്റ് അനുബന്ധ സാമഗ്രികളുടെ വിലയും സ്പെയർ പാർട്സ്, ടയർ ഇന്ധന വിലയും മറ്റും 10 മടങ്ങ് വർദ്ധിച്ചതിനാൽ വാടക വർദ്ധിപ്പിക്കാതെ ഈ മേഖല മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുമുള്ള നിയന്ത്രണങ്ങളും അടിക്കടിയുള്ള പിഴ ചുമത്തലുകളും ഓടുന്നതിലെ സമയ നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ ഈ മേഖലയുടെ നിലനിൽപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്.
ഈ കാര്യങ്ങൾ കണക്കിലെടുത്ത് വാടക വർധനവ് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ സംസ്ഥാനമൊട്ടാകെയുള്ള വാഹനങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ വാടക ക്രമീകരിച്ച് മറ്റു മേഖലകളെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് അസോസിയേഷൻ നേതാക്കൾ പറയുന്നു. ഓഗസ്റ്റ് 1 മുതൽ JCBക്ക് മണിക്കൂറിന് 1400 രൂപയിൽ നിന്നും 1500 രൂപയും മിനി എക്സ്കവേറ്ററുകൾക്ക് 1300 രൂപയിൽ നിന്നും 1400 രൂപയും ഹിറ്റാച്ചി 85-ന് 1500 രൂപയിൽ നിന്നും 1600 രൂപയുമായി വർദ്ധിപ്പിക്കും. ഇതിനു പുറമെ ബാറ്റയും നൽകണം. മറ്റെല്ലാ മെഷീനറികൾക്കും 10 മുതൽ 20% വരെ വർധനവ് ഉണ്ടായിരിക്കും. സ്പെയർ പാർട്സ്, ടയർ, ഇന്ധനവില മറ്റും 10 മടങ്ങ് വർദ്ധിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വാടക വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് ഇറങ്ങിയത്. നിർമ്മാണ മേഖല അസംസ്കൃത വസ്തുക്കളുടെ വിലയും തൊഴിലാളികളുടെ വേതനവും ഈ കാലയളവിൽ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പ്രവർത്തനത്തിന് വിവിധ സർക്കാർ വകുപ്പിൽ നിന്നുള്ള നിയന്ത്രണങ്ങളും അടിക്കടിയുള്ള പിഴ ചുമത്തലും ഓടുന്ന സമയ നിയന്ത്രണവും ഒക്കെയാണ് നമുക്ക് ഈ മേഖലയെ നിലനിൽപ്പിനെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. പ്രസ്തുത കാര്യങ്ങൾ കണക്കിലെടുത്ത് വാടക വർധനവ് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനമൊട്ടാകെ വാഹനങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ വാടക ക്രമീകരിച്ച് മറ്റു മേഖലകളെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ നടപ്പാക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. JCB ഇപ്പോൾ നിലവിൽ ഓടുന്നത് 1400 രൂപ വെച്ചാണ്. അത് 1500 രൂപയും പ്ലസ് ബാറ്റയും. അതുപോലെ മിനി ഹിറ്റാച്ചി 1300 വെച്ചാണ് ഓടുന്നത്. അത് 1400 രൂപയും ബാറ്റയും. അതുപോലെ 85 പോലെ വലിയ മെഷീൻ ഹിറ്റാച്ചികളെല്ലാം 100 രൂപ വീതം വർദ്ധിപ്പിച്ച് 1500 എന്നുള്ളത് 1600 രൂപ പ്ലസ് ബാറ്റയുമായിട്ടാണ് പുതുതായിട്ട് വർധനവ് നടത്തിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ഷമീർ CA, സലിൽ എടശ്ശേരിൽ, അരുൺ മണിമംഗലത്ത്, ബിനു ജോർജ്, ഉബൈസ് കല്ലുംപുറത്ത്, സുബീഷ് കിഴക്കേടത്ത്, ബാബു കുഴിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഒളമറ്റം ഡിവൈൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബൈക്ക് റാലി നടത്തി. തൊടുപുഴ MLAയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. DNRI പ്രസിഡന്റ് ജോമോൻ K. മാർക്കോസ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ പോലീസ് SHO സിജോ വർഗീസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തൊടുപുഴ ഒളമറ്റം ഡിവൈൻ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ഐക്യദാർഢ്യ 2-വീലർ റാലി നടന്നു. തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പല കാരണങ്ങൾ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു പുതുതലമുറയെ ഈ അവസ്ഥയിൽ കടന്നു പോകുന്നവരാണ് ഇതിൻ്റെ ഏറ്റവും വൾണറബിൾ, അതിന് ഏറ്റവും സാധ്യതയുള്ള ഒരു വ്യക്തികൾ. ഈ അഡിക്ഷൻ സെന്ററുകൾ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലുണ്ട്. ആൽക്കഹോളിക് അഡിക്ഷന് എതിരെയാണ് കൂടുതൽ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു അഡിക്ഷൻ സെന്റർ നടത്തുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ ഡ്രഗ് അഡിക്ഷന്റെ ഭീകരതയെക്കുറിച്ച് ഉത്തമ ബോധ്യം കൂടി. അദ്ദേഹം പറഞ്ഞു, ആൽക്കഹോളിക് അഡിക്ഷനുള്ള ഒരാളെ ഒരു അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയാക്കിയാൽ 100 പേരെ ആക്കിയാൽ ഏതാണ്ട് ഒരു 65% ആളുകൾ അതിൽ നിന്ന് മുക്തി നേടി വരുവാനുള്ള ഒരു സാധ്യത ഇന്ന് കേരളത്തിലുണ്ട്. അതേസമയം നമ്മുടെ ഇതേ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ഡ്രഗ് അഡിക്ട്സിനെ അവിടെ സൗകര്യങ്ങൾ അപര്യാപ്തമാണ്. ആ ഒരു രീതിയിലുള്ള നമ്മുടെ അഡിക്ഷൻ സെന്ററുകളിൽ 100 ഡ്രഗ് അഡിക്ട്സിനെ പ്രവേശിപ്പിച്ചാൽ 2 പേരാണ് ബുക്ക് ചെയ്തത്. 2 പേര്, കേവലം 2% ഇതിനകത്തുള്ള തിരിഞ്ഞു പോക്ക് എന്നുള്ളത്. DNRI പ്രസിഡന്റ് ജോമോൻ K. മാർക്കോസ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി ജോ ജോസഫ് സ്വാഗതം പറഞ്ഞു. തൊടുപുഴ പോലീസ് SHO സിജോ വർഗീസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. എനിക്ക് തോന്നുന്നു തൊടുപുഴയിലെ ആദ്യമായിട്ടാണ് റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കുന്നത്. അതിന് ഈ അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ റെസിഡൻസ് അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് തൊടുപുഴയാണ്. തൊടുപുഴയിൽ നേരത്തെ തന്നെ ഈ റെസിഡൻസ് അസോസിയേഷനുകൾ ധാരാളം ഉണ്ട്. അവരുടെ ഒരു അപെക്സ് ബോഡിയുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് റെസിഡൻസ് അസോസിയേഷനുകൾ ഇല്ലാത്ത മേഖലകളിൽ രൂപീകരിക്കാനും അവരുടെ ഒരു കോർഡിനേഷൻ നടത്താനുമായിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ വാർഡ് കൗൺസിലർമാരായ ലിറ്റി ജോസഫ്, റിങ്കുമോൾ സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്റ്റേഷൻ PRO VI ബിജു,
അസോസിയേഷൻ രക്ഷാധികാരി ജോസ് പുളിമൂട്ടിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. അറക്കപ്പാറയിൽ നിന്നും ആരംഭിച്ച റാലി മാരിക്കലുങ്ക് ഗാന്ധി സ്ക്വയർ പാല റോഡ് വഴി അറക്കപ്പാറയിൽ സമീപിച്ചപ്പോൾ യുവാക്കളും കുട്ടികളും പങ്കെടുത്ത പെനാൽറ്റി കിക്ക് ഓഫ് നടന്നു. ഓരോ വാഹനങ്ങളും ലൈനായി ഒറ്റ ലൈനായി അണിനിരക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒറ്റ ലൈനായി എല്ലാ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളും ഹെൽമറ്റ് നിർബന്ധമാക്കേണ്ടതാണ്. കേരളത്തിൽ കാർന്നുതരുന്ന ക്യാൻസറായി മാറിയ ലഹരിയെയും മദ്യമയക്കുമരുന്ന് രാസലഹരിയെയും കേരളത്തിന്റെ പടിക്ക് പുറത്ത് എന്ന പ്രഖ്യാപനവുമായി ജീവിതമാണ് ജീവിത ലഹരി എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന തുടർന്ന് BI ബിജു, ജോബി സെബാസ്റ്റ്യൻ, ജോ ജോസഫ്, ലിറ്റി ജോസഫ്, ജോമോൻ മർക്കോസ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. അസോസിയേഷൻ ട്രഷറർ ജോബി സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. റാലി കോർഡിനേറ്റർ KM മാണി, മുൻ പ്രസിഡന്റ് AM ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ ചിന്തിക്കും മനസ്സിലാവണം, നമ്മുടെ ഭാരതത്തിലെ നിയമം IPC, CRPC എന്നൊക്കെ പേരിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ BNS, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നൊക്കെ പേര് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ആ നിയമം ശക്തമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വാർത്തകൾ വരുന്നത് ഇങ്ങനെയൊക്കെ പിടിക്കുന്ന ആൾക്കാരൊക്കെ ജയിലിൽ പോവുകയും തിരിച്ചിറങ്ങി വരാതിരിക്കുകയൊക്കെ അവസ്ഥ. ഇപ്പോൾ PSCയിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ UPSCയിലാണെങ്കിലും എവിടെ ജോലിയുണ്ട്. സാധാരണ ഒരു കമ്പനിയിൽ നമ്മുടെ ഈ അസോസിയേഷൻ ആരെങ്കിലും കമ്പനിയോ കടകൾ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരാളെ പോലും കേസുണ്ടോ, അവന് ഏതെങ്കിലും കേസുണ്ടോ എന്ന് അന്വേഷിച്ചാൽ അഡ്രസ്സ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതി. അവൻ ഈ കേരളത്തിൽ എവിടെയെങ്കിലും, ഇന്ത്യയിൽ എവിടെയെങ്കിലും കേസുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു മനുഷ്യരെ പോലും ജോലിക്കിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. യങ് മെൻസ് തൊടുപുഴ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കണ്ണൂളിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രസിഡന്റായി TA ജലദാസും സെക്രട്ടറിയായി NG ജോസഫ് ജോർജും ഉൾപ്പെടെയുള്ള ഭരണസമിതി അധികാരമേറ്റെടുത്തു. യങ് മൈൻഡ്സ് തൊടുപുഴയുടെ 2026-2027 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ, ഇങ്ങനെയുള്ള ഗുഡ് മൈൻഡ്സ് ആൻഡ് ഗുഡ് ആളുകളെ സഹായിക്കാനുള്ള സഹാനുഭൂതിയുള്ള മനസ്സുകളൊക്കെ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നു. ഇത് കേവലം ഒരു എന്താ പറയുന്ന ഒരു ഫെലോഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ മാത്രമല്ല, മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ കൈപിടിച്ചുയർത്തി മുഖ്യ നായകയിലേക്ക് കൊണ്ടുവരുന്ന സർവീസ് സംഘടനകൾ കൂടിയാണ് എന്ന ഒരു തിരിച്ചറിവ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വനിതകൾക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ദിവസം ജെൻസി ഒരു സമരം കണ്ടത്. ആരും പ്രതീക്ഷിച്ചില്ല. കുറെ മീശ മുളയ്ക്കാത്ത കുറെ കുട്ടികൾ തെരുവിലിറങ്ങി സമരം ചെയ്തതായി. കേന്ദ്രം ഭരിക്കുന്ന ഒരു പ്രബല ശക്തിയായ ഒരു പാർട്ടിക്ക് അതിലൊരു മന്ത്രിയെ രാജിവെപ്പിക്കേണ്ടി വരുമെന്ന് ആരും സ്വപ്നം പോലും കണ്ടിട്ടില്ല ഒരു മാസം മുമ്പ് വരെ. ആ ജെൻസി കുട്ടികൾ ഇവിടെ പലരുണ്ടാവും. 2012 മുമ്പ് ജനിച്ച 2007-നും 2012 ഇടയ്ക്ക് ജനിച്ച കുട്ടികളാണ് ജെൻസി എന്ന് പറയുന്നത്. ആ ജെൻസി തലമുറയോടാണ് എൻ്റെ രണ്ട് പിള്ളേരും ജെൻസി. 1997 ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി TR ജലദാസും സെക്രട്ടറിയായി NG ജോസഫ് ജോർജും ഖജാൻജിയായി അഡ്വക്കേറ്റ് തോമസ് സെബാസ്റ്റ്യനും വൈസ് പ്രസിഡന്റായി TP അനൂപും ജോയിന്റ് സെക്രട്ടറിയായി PS പ്രകാശും സ്ഥാനാരോഹണം നടത്തി. തൊടുപുഴ ഗ്രാൻഡ് JC ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണൂളിൽ മുഖ്യപ്രഭാഷണം നടത്തി. YMI ഡിസ്ട്രിക്ട് ഗവർണർ സെബാസ്റ്റ്യൻ തോമസ് സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി. നമ്മൾ ഈ ഓർഗനൈസേഷൻ മുഖാന്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്മോടൊപ്പം ജീവിക്കാൻ അർഹതയുള്ള ധാരാളം ജനങ്ങൾ, ധാരാളം മനുഷ്യർ അല്ലലും മതത്തിലുമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കൊരു കൈത്താനായിട്ട് കൊടുക്കാൻ നമ്മുടെ ഈ ഓർഗനൈസേഷൻ സാധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട എയിം അത് തന്നെയാണ്. ഇന്നിപ്പോൾ ഇന്റർനാഷണൽ പ്രസ്ഥാനങ്ങൾ ധാരാളമുണ്ട്. ഇതിപ്പം വേറൊരു ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിന്റെ ഹോൾഡിൽ നിന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആലപ്പുഴ ജനപ്രതിനിധികളായ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ,
AD തോമസ് MLA എന്നിവർക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് ജനപ്രതിനിധികൾക്ക് നഗരസഭയുടെ ഉപഹാരം കൈമാറി. പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന G സുധാകരൻ MLA-ക്കെതിരെ പ്ലക്കാർഡ് ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ജനപ്രതിനിധികളായ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, AD തോമസ് MLA എന്നിവർക്ക് ആലപ്പുഴ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സ്വീകരണം നൽകി. നഗരസഭാ ശതാബ്ദി മന്ദിരത്തിന് മുന്നിലെ റോഡിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയിലാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, AD തോമസ് MLA എന്നിവരെ സ്വീകരിച്ചത്. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് ജനപ്രതിനിധികൾക്ക് നഗരസഭയുടെ ഉപഹാരം കൈമാറി. നഗരസഭാ വൈസ് ചെയർമാൻ ജോസ് ചെല്ലപ്പൻ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM നൌഫൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C ജ്യോതിമോൾ, L മായ രാജേന്ദ്രൻ, S ഫൈസൽ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് RR ജോഷിലാൽ, ബീന കൊച്ചുബാവ, TG രാധാകൃഷ്ണൻ, ബീന ജോസഫ്, MG സതീദേവി, സാഹില മോൾ, ബീന ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഏത് രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു റോഡ് മാപ്പായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് ഏറ്റവും ബഹുമാന്യയായ നഗരസഭയുടെ അധ്യക്ഷൻ ശ്രീമതി മോളി ജേക്കബിനോടും ഈ നഗരസഭയുടെ മുഴുവൻ അംഗങ്ങളോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന G സുധാകരൻ MLA-ക്കെതിരെ പ്ലക്കാർഡ് ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ശ്രദ്ധേയനായ സെയ്ദ് മുഹമ്മദിനെ തൊടുപുഴ ഉപാസന കൾച്ചറൽ സെന്റർ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLA-യുമായ അബു ജോൺ ജോസഫ് സ്നേഹോപഹാരം കൈമാറി. ഉപാസന ഡയറക്ടർ ഫാദർ ജോൺസൺ പാലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ട്രോക്ക് ബാധിച്ച് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി തുടരുകയാണ് സെയ്ദ് മുഹമ്മദ്. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി നടത്തുന്ന സേവന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ സമൂഹത്തിൽ ശ്രദ്ധേയനാക്കിയത്. പ്രതിസന്ധികളെ അതിജീവിച്ച് സേവന മനോഭാവം വെച്ചുപുലർത്തി തന്റെ പ്രവർത്തനങ്ങളിലൂടെ അവയെ നിവർത്തി കാണിച്ച വ്യക്തിത്വമായതിനാലാണ് സെയ്ദ് മുഹമ്മദിനെ തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമത്തിനിടെ ആദരിച്ചത്. നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLA-യുമായ അബു ജോൺ ജോസഫ് സ്നേഹോപഹാരം കൈമാറി. അപ്പോൾ ഈ കണ്ണാടി സുലൈമാൻ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹത്തിനൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിന് ശേഷം കേൾവി നഷ്ടപ്പെടുകയും ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ കോക്ലിയർ ഇംപ്ലാന്റ് ഇന്ത്യയിൽ ചെയ്തത് ഒരു തൊടുപുഴക്കാരനാണ് എന്നിപ്പോഴാണ് നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും അതിനുശേഷം ആ കേൾവി ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ആ കേൾവി നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കേൾവിയുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ട അന്ധനായ വ്യക്തി അനുഭവിക്കുന്ന വേദന എന്തെന്ന് അപ്പോഴാണ് നമ്മൾ ഉള്ളത് ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കാഠിന്യം എന്തോരം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം ആ ഒരു തിരിച്ചറിവിൽ നിന്നായിരിക്കണം അദ്ദേഹം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിഷമതകളാണെങ്കിൽ ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പരിമിതികൾ നിന്നുകൊണ്ട് ആരും ഇനി കേൾവിയില്ലാത്തവരായിട്ട് ഇവിടെ തുടരരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ ജന്മന കേൾവിയില്ലാത്തവരും അല്ലാണ്ട് തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന കോക്ലിയർ ഇംപ്ലാന്റ് വഴി ചെയ്യാവുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ അദ്ദേഹത്തിന് വന്ന പ്രചോദനം ഒരു വിഷയമായി. ഉപാസന ഡയറക്ടർ ഫാദർ ജോൺസൺ പാലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡോക്ടർ സാബു വർഗീസ്, ഫിനാൻസ് വിദഗ്ധൻ മെൽവിൻ ജോസഫ്, സെയ്ദ് മുഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, തൊടുപുഴയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആദരവ് ഏറ്റുവാങ്ങിയ സെയ്ദ് മുഹമ്മദ് തന്റെ ജീവിതാനുഭവം പങ്കുവച്ചു. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ കാലത്തിനൊടുക്കൽ മാഞ്ഞു പോകാറില്ല. അവ ഓർമ്മകളിൽ വെളിച്ചമായി. ഈ
ഇന്നെനിക്ക് അത്തരമൊരു സുന്ദര നിമിഷമാണ്. എന്നെ ആദരിക്കാൻ തീരുമാനിച്ച ഉപാസ കൾച്ചറൽ സെന്ററിനോട് ഞാൻ അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം അവൻ ചെയ്ത പ്രവർത്തനങ്ങളെ സമൂഹം സ്നേഹത്തോടെയും ആദരവോടെയും ഏറ്റെടുക്കുന്നതാണ്. ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ഇന്ന് ഞാൻ കാണുന്നത്. ഞാൻ ചെയ്തതല്ല എൻ്റെ കടമയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിന് നിങ്ങൾ നൽകിയ ഈ വിലമതിക്കാനാവാത്ത അംഗീകാരം എൻ്റെ ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഈ സ്നേഹാദരം എനിക്ക് അഭിമാനത്തേക്കാൾ വിനയമാണ് പകരുന്നത്. ഈ വേദി സംഘാടകർക്കും ഈ ചടങ്ങ് മനോഹരമാക്കിയ എല്ലാ പ്രവർത്തകർക്കും, എൻ്റെ കുടുംബാംഗങ്ങൾക്കും, എൻ്റെ സദസ്യർക്കും, എന്നെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ മഴമേഘങ്ങൾ ആകാശത്ത് ഉരുണ്ടുകൂടുമ്പോൾ എല്ലാ പക്ഷികളും കൂടണയുന്നു. എന്നാൽ പരുന്ത് മഴമേഘങ്ങൾക്ക് മുകളിലൂടെ പറന്ന് അതിനെ അതിജീവിക്കുന്നു. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും തന്റെ പറക്കൽ നിർത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രതിസന്ധികളെ അതിജീവിച്ചുള്ള അദ്ദേഹത്തിന്റെ സേവന ജീവിതം ചടങ്ങിൽ പങ്കെടുത്തവർ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മേഖലാ സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് യോഗവും തൊടുപുഴ 4 സീസൺ ഹോട്ടൽ ഹാളിൽ നടന്നു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PS സലിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം തൊടുപുഴ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജിമ്മി കുര്യൻ നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം സൈജൻ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മേഖലാ സമ്മേളനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് യോഗവും തൊടുപുഴ 4 സീസൺസ് ഹോട്ടൽ ഹാളിൽ നടന്നു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം സൈജൻ സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PS സലിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സിനിമോൻ സ്വാഗതം ആശംസിച്ചു. യോഗത്തിൽ മുൻ പ്രസിഡന്റ് CJ ജെയിംസ് ചെട്ടിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം തൊടുപുഴ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജിമ്മി കുര്യൻ നിർവഹിച്ചു. ചടങ്ങിൽ തൊടുപുഴയിലെ ആദ്യകാല വ്യാപാരിയായ KJ ജോസഫ് കല്ലുകുഴിയിലിനെ മുൻ പ്രസിഡന്റ് ജോസ് വഴുതനപ്പള്ളിയും ജില്ലാ സെക്രട്ടറി സാലി S മുഹമ്മദും ചേർന്ന് ആദരിച്ചു. വ്യാപാരി PT മാത്യുവിനെ KH കനിയും സജി പോളും ചേർന്ന് ആദരിച്ചു. NN രാജു യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു. മേഖലയിലെ വ്യാപാരികൾ നേരിടുന്ന അടിയന്തര പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് യോഗത്തിൽ വിശദമായ ചർച്ചകൾ നടന്നു. അസോസിയേഷൻ യൂണിറ്റ് ട്രഷറർ അഭിലാഷ് വർണ്ണാധികാരിയായി 2026-28 കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മേഖലാ പ്രസിഡന്റ് പ്രശാന്ത് ചന്തു മേഖലയുടെ ഭാവി പ്രവർത്തന രീതികളെക്കുറിച്ച് യോഗത്തിൽ വിശദീകരിച്ചു. യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും തൊടുപുഴ മഹാറാണി സിൽക്സ് ഏർപ്പെടുത്തിയ പ്രത്യേക ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. യോഗത്തിൽ മാർട്ടിൻ തോമസ് നന്ദി പറഞ്ഞു. പ്രസിഡന്റായി പ്രശാന്ത് ചന്തു, സെക്രട്ടറിയായി സാജൻ വി ജോസ്, ട്രഷററായി മുഹമ്മദ് അസ്ലാം, വൈസ് പ്രസിഡന്റായി ഷിജു കാവനാൽ, ജോയിന്റ് സെക്രട്ടറിയായി OV ജയദീപ് എന്നിവരെ തെരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി നോജൻ തോമസ്, ഷിബു MC, ജയേഷ്, സോണി കട്ടക്കയം, പ്രവീൺകുമാർ വിസ്മയ, ബൈജു അലങ്കാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ നടക്കുമ്പോൾ അതിന്റെ തിരക്കുകൾ നമ്മുടെ തുടങ്ങനാട്ടിലും അനുഭവപ്പെടും. വിശുദ്ധ അൽഫോൻസാമയുടെ അനുഗ്രഹം നിറഞ്ഞ പുണ്യഭൂമിയിൽ ഭക്തർ ഏറ്റുവാങ്ങുന്ന നേർച്ച പലഹാരം തുടങ്ങനാട് ജാസ്മിൻ അജി വിച്ചാട്ടിന്റെ ആത്മവിശ്വാസത്തെയാണ് തുറന്നു കാട്ടുന്നത്. ഇരുട്ടിനെ ശപിക്കുന്നവർക്കിടയിൽ സ്വയം ഒരു പ്രകാശനാളമായി മാറി ഒരു നാടിന്റെ മുഴുവൻ തണലേകുന്ന ജാസ്മിൻ ചേച്ചിയും ആ നല്ല കൂട്ടായ്മയും ഏതൊരാൾക്കും വലിയൊരു പ്രചോദനമാണ്. വിശ്വാസത്തിന്റെ മധുരമായി ഈ നെയ്യപ്പം എത്തുമ്പോൾ അത് കേവലം ഒരു പലഹാരം എന്നതിലുപരി ദൈവാനുഗ്രഹം കൂടിയായിട്ടാണ് ഭക്തർ കണക്കാക്കുന്നത്. ജാസ്മിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് നെയ്യപ്പം ഉണ്ടാക്കാൻ സഹായിക്കുന്ന കുറേയധികം സ്ത്രീകളുടെ കൂട്ടായ്മയും കൂടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ ഏത് സംരംഭവും വിജയത്തിലെത്തിക്കാം എന്നതിന് വലിയൊരു തെളിവാണിത്. അജിച്ചേട്ടന്റെയും ജാസ്മിൻ ചേച്ചിയുടെയും പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് മകൻ അപ്പോസ്. അവന്റെ പരിമിതികളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ അവനോടുള്ള അളവറ്റ സ്നേഹത്തെ ഒരു പ്രകാശമാക്കി മാറ്റി അവന്റെ പേരിൽ തന്നെ ഈ സംരംഭം തുടങ്ങി എന്നത് മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ സംരംഭത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തി കൂടിയാണ് അപ്പോസ്. ഞങ്ങൾ 2009 അൽഫോൻസാമ്മ വിശുദ്ധിയായ വർഷം തുടങ്ങി തിരുനാളിനോടനുബന്ധിച്ച് നേർച്ചയപ്പം കൊടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അതുകൂടാതെ ഇപ്പം സ്ഥിരമായിട്ട് ഓരോ ദിവസവും ഞങ്ങൾ ഓർഡറിനനുസരിച്ച് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണേലും ഞങ്ങൾ ഈ തിരുനാളിന് ജൂലൈ 19 ഭരണങ്ങാനത്ത് കൊടിയേറിയപ്പോഴും മുതൽ തിരുനാളിനോട് പിടിച്ച് കൊടിയേറിയപ്പോൾ മുതൽ ഇവിടെ ഞങ്ങൾ തിരുനാളിന് വേണ്ട നെയ്യപ്പം
കൂടുതലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കുന്നത് ഇപ്പോൾ ഈ വർഷം 27ഓളം സ്റ്റാഫാണ്. അവർ നല്ല ആത്മാർത്ഥമായിട്ടും കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലവും ഒരു കൂട്ടായ്മയുടെ ഫലവുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ വർഷവും ഞങ്ങൾക്ക് തിരുനാളിനോടനുബന്ധിച്ച് കൂടുതൽ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അൽഫോൻസാമ്മയുടെ അനുഗ്രഹം തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് അവിടെ തിരക്ക് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇവിടെയും തിരക്ക് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നാളെ 28-ാം തീയതിക്ക് വേണ്ടിയിട്ടുള്ള നേർച്ചയപ്പം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു സന്തോഷം, തളർന്നു പോകാവുന്ന പല അവസരങ്ങളിലും ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ വിശുദ്ധരുടെ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന അൽഫോൻസാമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് നേർച്ചയപ്പം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, അതായത് എൻ്റെ അജിയുടെയും മോൻ്റെയും വലിയൊരു ജന്മത്തിൻ്റെ പുണ്യമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. എന്തായാലും എല്ലാവരും ഒത്തൊരുമയോടെ വളരെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജാസ്മിന്റെ കണ്ണുകളിലെ ഇരുട്ടിനെ തന്റെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും വെളിച്ചമാക്കി മാറ്റിയ പതറാത്ത തണലും യഥാർത്ഥ വഴികാട്ടിയുമാണ് ഭർത്താവ് അജിച്ചേട്ടൻ. കാഴ്ചയില്ലെങ്കിലും മനസ്സിന്റെ കാഴ്ചയും കഠിനാധ്വാനവും കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ തയ്യാറായ ജാസ്മിന്റെ ജീവിതം ഏതൊരാൾക്കും വലിയൊരു മാതൃകയാണ്. ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 1 നടക്കുന്ന ഔഷധ സേവയുടെ പന്തൽ കാൽനാട്ട് കർമ്മം നടത്തി. കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര മാനേജർ VJ രാധാകൃഷ്ണൻ നമ്പൂതിരിയും മുൻ മാനേജർ ശ്യാം നമ്പൂതിരിയും ചേർന്ന് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് VB ജയൻ, സെക്രട്ടറി സിജു വടക്കേ മൂഴിക്കൽ, സഹരക്ഷാധികാരി MR ജയകുമാർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനർഹമായി ഭൂമി കൈയേറിയവരെ ഒഴിപ്പിക്കാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കുടയത്തൂരിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്ന അദ്ദേഹം തൊടുപുഴ നഗരസഭ, ത്രിതല പഞ്ചായത്ത്, വിവിധ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസം ആചരിച്ചു. ബാഖോ, എക്സ്കവേറ്റർ, ക്രെയിൻ, ടിപ്പർ, ഹിറ്റാച്ചി വാഹനങ്ങളുടെ വാടക നിരക്കിൽ 10% മുതൽ 20% വരെ വർധനവ് വരുത്തുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ജനപ്രതിനിധികളായ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, AD തോമസ് MLA എന്നിവർക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.